ഇന്നലെ വന്ന വല്ലാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. ഇന്നലെ രാത്രിയിലൊരു കത്ത് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഈ ക്വാർട്ടറിലെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ 5900 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന ഒരു തീരുമാനമാണ്. കുറച്ചു, അതിനകത്ത് ചില കണക്കുകൾ പറഞ്ഞിട്ടാണ്. ഇനി അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന്. എന്തായാലും നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇയറാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. ആ സമയത്ത് 5900 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടാനുള്ളതിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ കുറവ് വരുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. എത്ര ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം നടന്നൊരു 4.5 വർഷക്കാലമാണ് കടന്നുപോയത്. അതിനകത്ത് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു മേഖല സാമ്പത്തിക രംഗമാണ്. ആ സാമ്പത്തിക രംഗത്ത് ഇത്രയും വെട്ടിക്കുറച്ചിട്ടും ഇവിടെ വരെ താരതമ്യേന വലിയ കുഴപ്പമില്ലാതെ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വർധന വന്നു. വലിയ തോതിൽ വെട്ടിക്കുറച്ചു. പക്ഷേ 1,15,000 കോടി വെച്ച് ശരാശരി ഒരു വർഷം ചിലവാക്കിയ തൊട്ടു മുമ്പത്തെ സർക്കാരിനേക്കാളും 1,70,000 കോടിയിലേക്ക് നമ്മുടെ വാർഷിക ശരാശരി എക്സ്പെൻഡിച്ചർ എത്തിച്ചു. കഴിഞ്ഞ വർഷം 1,75,000 കോടിയോളം ചിലവായി. ഈ വർഷം ഞങ്ങൾ 2 ലക്ഷം കോടിയിലേക്ക് എത്തും, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. അടുത്ത വർഷങ്ങളിൽ ഇതിനേക്കാളും വലിയ 10 മടങ്ങ് വർധന ഉണ്ടാവണം. ധനകാര്യ കമ്മീഷന് മുൻപിൽ നമ്മൾ ആവശ്യപ്പെട്ടതും ആ ന്യായമായ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഏറ്റവും വലിയ വെട്ടിക്കുറവാണ്. അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാൻ പ്രഖ്യാപിച്ചിട്ടില്ല. റിപ്പോർട്ട് അവർ കൊടുത്തു, പാർലമെൻറ്റ് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും അവസാനത്തെ ഈ ക്വാർട്ടറിൽ ഇതുവരെ വളരെ കടത്തിൻ്റെ കാര്യത്തിലെടുത്താൽ കേരളത്തിൻ്റെ 50 വർഷത്തെ ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ 30 വർഷത്തെ ചരിത്രം എടുത്താൽ, ഓരോ 5 വർഷവും കടം ഇരട്ടിയോ അല്ലെങ്കിൽ 90% വർദ്ധിക്കുമായിരുന്നു. VS-ൻ്റെ ഗവൺമെൻറ് കാലത്ത് 80,000 കോടിയിൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇയറിൽ അത് 1,50,000 കോടിയായി. ഒന്നാം പിണറായി സർക്കാർ ഐസക് മന്ത്രിയായിരുന്നപ്പോൾ അതിൻ്റെ അവസാനം അത് 2,96,000 കോടിയായി. ഇപ്പോൾ സാധാരണ 6 ലക്ഷം കോടിയോ 5,80,000 കോടിയോ ആവണം. പക്ഷേ 4,70,000 കോടിക്ക് അപ്പുറം എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ 1,25,000 കോടി ബോറോയിങ് കുറച്ചു. റവന്യൂ നമുക്ക് തരേണ്ട ടാക്സ് ഡിവിഷനകത്ത് 3.92 എന്ന് പറയുന്ന 100 രൂപ താഴോട്ട് കൊടുക്കും 3 രൂപ 90 പൈസ കേരളത്തിന് തന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ 5 വർഷം നമുക്ക് തന്നത് 1 രൂപ 92 പൈസയാണ്. എന്നുവെച്ചാൽ നേരെ 50% ആയി. ഈ 1 രൂപ 1.92 എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 27,000 കോടിയാണ് കിട്ടുന്നത്. അപ്പോൾ 54,000 കോടി കിട്ടേണ്ടിടത്ത് ഇത്രയായി കുറഞ്ഞു. തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ് 2.5 ആയിരുന്നു. 1,25,000 കോടി ബോറോയിങ് 5 വർഷം കൊണ്ട് കുറഞ്ഞു എടുക്കുന്നത്. കണക്ക് നോക്കുമ്പം 38% നമ്മുടെ GSDP-യുടെ 38%-ലധികമായിരുന്ന കേരളത്തിൻ്റെ ആകെ കടം ഇപ്പോൾ 34-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വലിയ വെട്ടിക്കുറവ് വന്നു. അതിൻ്റെ കൂടെ ഞാനീ പറഞ്ഞ ഡിവിസീവ് പൂളിൽ നിന്ന് തരേണ്ട പണം കുറഞ്ഞു. ഇങ്ങനെ ഓരോന്നും തരുന്ന കുറച്ച് തൊഴിലുറപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ CSS സ്കീമുകളിലൊക്കെ വന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂടാണ് ഇപ്പോൾ ബോറോയിങ്ങിൻ്റെ കട്ടിങ് വന്നത്. ഇത്രയും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇത്? വ്യക്തിപരമായി ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യം വളരെ ആശങ്കയോടുകൂടി പറയേണ്ട ഒരാളല്ല ഞാൻ. കാരണം വ്യക്തിപരമായ പ്രശ്നമല്ല ഇത്. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, വോട്ടർമാരുണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. പക്ഷേ കേരളത്തിനാകെ കിട്ടേണ്ട പണത്തിനകത്ത് ഈ വരുന്ന കുഴപ്പം, ഈ വരുന്ന വെട്ടിക്കുറവ്, അതെങ്ങനെയാണ് കേരളത്തിൻ്റെ ഓരോ മേഖലയും ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാണണം. എല്ലാ മേഖലയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം കൂടി വരുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നലെയാണ് കത്ത്, രാത്രിയിലാണ്, വൈകിട്ടാണ് വന്നേക്കുന്നത്. കൂടുതൽ ചർച്ചകൾ അതിനെ സംബന്ധിച്ച് നടത്തണം. ഇങ്ങനെ നിങ്ങൾക്കറിയാം, പിന്നെ ഒരു 5,000 കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആകെ എടുക്കുന്ന ബോറോയിങ്ങിൻ്റെ നല്ലൊരു ഭാഗമാണ് 6,000 കോടി, 5,900. അത് അതനുസരിച്ചിട്ട് ഓരോ കൃത്യമായി നേരെ പ്രൊജക്റ്റ് ചെയ്ത് ഓരോ ദിവസവും ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഏത് വകുപ്പും കാര്യങ്ങൾ ചെയ്യുക, ഗവൺമെൻറ് ചെയ്യുക. അവിടെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു വളരെ പ്രതികാരപരമായും ശ്വാസം മുട്ടിക്കുന്നതായ 2 കാര്യങ്ങൾ. തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട 13 ലക്ഷം 9 കോടി തൊഴിൽ ദിനങ്ങൾ ചെയ്തിരുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വരുമാനം ഇനി കിട്ടാൻ പോകുന്നത്? അവരെങ്ങനെ അവരുടെ ചെറിയ വരുമാനം കിട്ടും? അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ഇത്. കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ല, കൊയേഴ്സീവ് ഫെഡറലിസം അല്ല, ഒരു ഫെഡറലിസത്തിൻ്റെ അംശവുമില്ല. വെറും ഡിപ്പാർട്ട്മെൻറ്റ് പോലും ആക്കാതെ, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള അവകാശം പോലും ഇല്ലാതെ ഒരു സംസ്ഥാനത്തെ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് കേരളത്തിൻ്റെ ആകെ ഒരു പ്രതിഷേധം വരേണ്ട കാര്യമാണ്. എല്ലാവരുടെയും പ്രതിഷേധം വരേണ്ട ഒരു പ്രശ്നമാണ്. അത് പ്രതിഷേധം വേറൊന്നുമല്ല, ആരുടെയും വൈരാഗ്യം കാണിക്കാനല്ല. ഇത് തിരുത്തി കേരളത്തിന് അർഹമായത് കിട്ടണം. കാരണം ഏത് ഗവൺമെൻറ് ആയാലും 1,25,000 കോടി 5 വർഷം കൊണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ കിട്ടേണ്ട
വരുമാനം മറ്റൊരു 1,20,000 കോടി കുറഞ്ഞെന്ന് പറഞ്ഞാൽ 5 ലക്ഷം കോടി കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി നിക്ഷേപിക്കപ്പെടേണ്ട, കേരളത്തിൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ ഉൾപ്പെടെ കിട്ടേണ്ട പണം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ കാര്യം കത്തുകളിൽ കൂടി മാത്രം പറഞ്ഞാൽ പോരാ, പബ്ലിക്കായി പറയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പത്രസമ്മേളനം